കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് പനച്ചിക്കാട് ശ്രീ മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം. ഇത് ദക്ഷിണ മൂകാംബിക എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. എന്നാൽ സരസ്വതി ദേവിക്കാണ് ക്ഷേത്രത്തിൽ കൂടുതൽ പ്രസിദ്ധിയും പ്രാധാന്യവും. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതുപോലെ ശ്രീകോവിലോ സോപാനമോ സരസ്വതി ദേവിയുടെ നടക്കില്ല. മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായുള്ള ഒരു ചെറിയ കുഴിയിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിലാണ് മൂലവിഗ്രഹം കുടികൊള്ളുന്നത്. ദേവിയുടെ മൂലവിഗ്രഹം ഒരു കാട്ടുവള്ളിയും പടർപ്പും കൊണ്ട് പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു. ഈ വള്ളിപ്പടർപ്പ് സരസ്വതീലത എന്നറിയപ്പെടുന്നു. മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഒരു നീരുറവ ഈ കുളത്തിൽ എപ്പോഴും ജലമല്ലാതെ ഒഴുകുന്നു. മൂലവിഗ്രഹം വള്ളിപ്പടർപ്പിൽ മറഞ്ഞിരിക്കുന്നതിനാൽ അതിന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് ദർശനമായി സ്ഥാപിച്ചിട്ടുള്ള പ്രതിബിംബത്തിലാണ് പൂജകളും മറ്റ് കർമ്മങ്ങളും നടത്തുന്നത്. ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗദേവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരാണ് ഉപദേവതകൾ. പനച്ചിക്കാട് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കിഴുപ്പുറം ഇല്ലത്തെ ഒരു ഭക്തനായ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സന്താനങ്ങളില്ലാതെ ദുഃഖിതനായിരുന്ന കിഴുപ്പുറം ഇല്ലത്തെ വന്ധ്യവയോധികനായ നമ്പൂതിരി ഗംഗാസ്നാനത്തിനായി യാത്ര പുറപ്പെട്ടു. വഴിയിൽ വെച്ച് കൊല്ലൂർ മൂകാംബിക ദേവിയെ ഭജിച്ചു കുറച്ചുനാൾ അവിടെ താമസിച്ചു. ഒരു ദിവസം രാത്രിയിൽ നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ സന്താനഭാഗ്യമുണ്ടാകില്ലെന്നും ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അടുത്തുള്ള കരുനാട്ടിലത്തെ അന്തർജനത്തിന് ജനിക്കുന്ന ഇരട്ടക്കുട്ടികളിൽ ഒരാളെ ദത്തെടുക്കണമെന്നും നിർദ്ദേശിച്ചു. ദേവിയുടെ നിർദ്ദേശപ്രകാരം മടക്കയാത്ര തിരിച്ച നമ്പൂതിരി പനച്ചിക്കാട്ടെത്തി പഴയ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഓലക്കുട അവിടെ വെച്ചു. കുളി കഴിഞ്ഞു കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് ഓലക്കുടയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും ആ ചൈതന്യം അടുത്തുള്ള കാട്ടിൽ കിടക്കുന്ന ഒരു പഴയ ശിലയിലേക്ക് ആവാഹിക്കണമെന്നും നിർദ്ദേശിച്ചു. ആ ശിലക്ക് കാവലായി ഒരു യക്ഷിയുണ്ടെന്നും അവരെ വരയും മലരും ഇളനീരും നൽകി പ്രീതിപ്പെടുത്തിയ ശേഷമേ വിഗ്രഹം എടുക്കാവൂ എന്നും അദ്ദേഹം ഉപദേശിച്ചു. നമ്പൂതിരി ഇതനുസരിച്ച് വിഗ്രഹം കണ്ടെത്തി ദേവിയുടെ ചൈതന്യം അതിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. ഈ പ്രതിഷ്ഠ പിന്നീട് വെള്ളം നിറഞ്ഞ കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുകയും അതിനു മുകളിൽ വള്ളിപ്പടർപ്പുകൾ വളരുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം നിലവിൽ വന്നത്. ദുർഗാഷ്ടമിയും മഹാനവമിയും ഒഴികെ മറ്റു ദിവസങ്ങളിൽ സമയഭേദമില്ലാതെ വിദ്യാരംഭം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പനച്ചിക്കാട്. നവരാത്രി മഹോത്സവമാണ് പ്രധാന ഉത്സവം. വിജയദശമി നാളിലെ വിദ്യാരംഭ ചടങ്ങിന് ആയിരക്കണക്കിന് ഭക്തരെത്തുന്നു.